പരിവേഷമോ മറ്റു പ്രിവിലേജുകളോ ഒന്നുമില്ലാത്തൊരു ടീം അവർ മുൻപ് ചെയ്ത ചിത്രത്തിന്റെ പേരിൽ മാർക്കറ്റ് ചെയ്തൊരു സിനിമ. ആ പ്രതീക്ഷയിൽ ടിക്കറ്റ് എടുത്ത എല്ലാവരോടും നീതി പുലർത്തിയ ഫിലിം മേക്കിങ്ങിന് ആ സിനിമയും കഥാപാത്രവും ആവശ്യപ്പെട്ട എല്ലാം പാകമളവിൽ നൽകിയ സന്ദീപ് പ്രദീപ് എന്ന പെർഫോമർ. കിഷ്കിന്ധാകാന്ഡം നൽകിയത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആളുകളിലേക്ക് കയറിക്കൂടുന്ന വേദനയാണെങ്കിൽ എക്കോ അവസാനിപ്പിക്കുന്നത് ഫിലോസഫിക്കൽ കൂടെയായ സമൂഹത്തിന്റെ പല തലങ്ങളിലേക്കുള്ള മുറിവാണ്. മ്ലാത്തിച്ചെട്ടത്തി എന്നുള്ള വിളി മുതൽ ആ കാടിനോട് എന്നും നടന്നു പരിചയമുള്ള വഴി എന്ന സ്വാഭാവികതയിൽ നടക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. കഥാന്ത്യത്തോട് അടുക്കുമ്പോഴുള്ള ഫൈറ്റ് സീക്വൻസിന് ആ കഥാപാത്രം എന്താണോ അതോട് ചേർന്ന് നിൽക്കുന്ന കൊറിയോഗ്രഫിയാണ്. അത് മെയ്വഴക്കത്തോടെ ചെയ്തെടുക്കുന്നതും ശരീരം കൂടെ അഭിനയത്തിന് കൂട്ടുപിടിക്കുന്ന ഒരു പെർഫോമറിന്റെ സാധ്യതകളാണ്. തുറന്നു പറച്ചിലിന്റെ ആ ലോങ് നരേഷൻ അയാൾ അന്ന് കൊടുത്ത ആദ്യത്തെ ടേക്കാണെന്ന് ബാഹുൽ രമേശ് ക്യൂ സ്റ്റുഡിയോയോട് പറയുകയുണ്ടായി. അതേ പച്ചക്കസേരയിലിരുന്ന് താൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് സിനിമയെന്ന് സന്ദീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നടനാകണം, എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കണം. പടക്കളവും ഫാലിമിയും ജിംഖാനയും എല്ലാം അതിനുള്ള സാക്ഷ്യങ്ങളാണ്. മലയാളം കാണാനുള്ള പെർഫോമറാണ് സന്ദീപ് എന്നത് തീർച്ചയാണ്. സന്ദീപ് ഈസ് ഹിയർ ടു സ്റ്റേ.